കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും എന്തൊക്കെയാണ് തണുപ്പത്ത് പരിപാടികൾ? നമുക്കിതാ മഴയ്ക്ക് ഇപ്പോഴും ഒരു ശമനം ഇല്ലാണ്ട് നല്ല മഴയും അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇരിക്കണ്ടേ, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ നല്ല കാറ്റാകുമ്പോൾ ഇവിടെ നടക്കാൻ പേടി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചുറ്റും ഒരുപാട് മരങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മരങ്ങളുടെയൊക്കെ ഓരോ അറ്റും ഏറി മരത്തിൻ്റെയും വെള്ളേക്ക് ഇങ്ങനെ പോയി അടിക്കുന്നൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മഴ പെയ്തതിനുള്ള പ്രശ്നമാണ്, നമുക്ക് വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അതായത് വെള്ളം ഉണ്ട്, നമ്മൾ ഉറവിൽ നിന്നാണല്ലോ ഓസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓസ് ഇടയ്ക്കിടയ്ക്ക് ജോയിൻ തള്ളിപ്പോട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളവരതാ ഇപ്പോൾ എവിടെയോ ഓസ് തള്ളിപ്പോയിട്ടുണ്ട്. കാരണം ഉറവയൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് നല്ല ആ ചാടി അടിക്കുവാണേ. ഉറവയിലേക്ക് ഫുള്ള് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കരടും അതേപോലെ തന്നെ ഇലകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓസിലൊക്കെ പോയിട്ട് അടഞ്ഞിട്ട് വെള്ളം വരാതിരിക്കും. അപ്പോൾ എന്തായാലും അതിപ്പോൾ എവിടെയാണ് എന്താ പ്രശ്നമൊന്നും അറിയില്ല. എന്തായാലും വാക്കത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ കാറ്റിൻ്റെ കൂടെ നല്ല ശക്തിക്ക് കോട ഇങ്ങനെ പറന്ന് വരുന്ന പോലെ നമുക്കിങ്ങനെ വായു പോലെ ഇങ്ങനെ എന്ത് പറയുക, പുക പോലെ ആട്ടോ കോട വരുന്നത്. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് വെള്ളം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നല്ല ജലദോഷം ഉണ്ട് കേട്ടോ, കാരണം കാലാവസ്ഥ അത്രത്തോളം നല്ല തണുപ്പൂടി ആയില്ലേ. എന്നാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്തായാലും പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി പോവാം. റോഡിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ബ്ലോക്കുകളുണ്ടായിരുന്നു. അപ്പോൾ തിങ്ങി നിറഞ്ഞ് ഒത്തിരി മഴയും കൂടി പെയ്യുന്നോടെ നല്ല രീതിയിൽ തന്നെ തളിർത്ത് വരുമല്ലോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ ഇവിടെ തന്നെ അടുത്ത് പശുക്കെ വളർത്തുന്ന ചേട്ടന്മാർ വന്നിട്ട് വെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ബ്ലോക്കുകളൊക്കെ. കാരണം പശുവൊക്കെ വളർത്തുന്നവർക്ക് അറിയാത്തറിയായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും തരാതെ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പശുവിനൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ട് വളർത്തുന്നത് കുറച്ച് ടാസ്ക് തന്നെ ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി അവർക്ക് അടിപൊളിയായിരിക്കില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ബ്ലോക്കുകൾ, അവിടെ നിന്നൊക്കെ കുറേയൊക്കെ വെട്ടി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി പതുക്കെ പോവാം കേട്ടോ. ചെറിയ ചാറ്റൽ മഴ ഇതാ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. പോയി വരുമ്പോഴത്തേനും മഴയിൽ കുളിക്കുകയോ എനിക്ക് ശ്വാസം കൊണ്ട് മഴയ്ക്ക് എടുക്കാൻ പറ്റില്ല. അത്രത്തോളം കാറ്റും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കോട ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്തിരി സൗണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ഒരു തണുപ്പ് നമ്മൾ എന്താ പറയുക, അത്രയും ഒരു തണുപ്പുള്ള ഒരു ഏരിയയിൽ പോയി നിൽക്കുന്ന ഒരു അതേ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ. കാരണം ഇവിടെ ഫുള്ള് നമുക്കിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ ഇവിടേക്ക് എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഫുള്ളൊരു പോക്ക് മാത്രമായിട്ട് കാണുന്നുള്ളൂ. നമ്മുടെ ഒരു വാഴ ആയാലും ഒന്നും നമുക്ക് കറക്റ്റ് അറിയാൻ പോലും പറ്റില്ല. അവിടെ അത്രയും ശക്തിക്ക് ഇങ്ങനെ വീശി അടിച്ചിട്ടാണ് കോട വരുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ കവർ ചെയ്തിരിക്കും കേട്ടോ കോട. നല്ല കാറ്റാന്ന് പറയുന്നത്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് മരങ്ങളൊക്കെ വീഴാറുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പ്രശ്നമില്ല. നമുക്ക് നല്ല കാറ്റ് വീഴുന്നതാണ്. അപ്പോൾ ഇതേപോലെ നല്ല വലിയ കമ്പൊക്കെ വീഴുമ്പോഴാണ് നമുക്ക് കറണ്ടിനൊക്കെ വലിയ പ്രശ്നം വരും. അപ്പോൾ എന്നാലും ഇന്നലെ വൈകിട്ടോടെ നമുക്ക് കറണ്ടിൻ്റെ ഒരു പ്രശ്നം കുറച്ച് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറണ്ട് ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ പോയി വരും. എന്നാലും കുഴപ്പം, നമുക്ക് ഇടയ്ക്ക് കിട്ടുന്നതിന് വലിയൊരു ആശ്വാസമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ. എന്നാലും നോക്കി ഇവിടുത്തെ ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടി തന്നെ ഫുള്ളൊരു പുകമയാണേ. കാലം നേരെ വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒത്തിരി തണുത്തിരിക്കുകയാണ്, നന്നായി മരച്ചിരിക്കുവാണല്ലോ. കൂടെ ആ ഒരു തണുത്ത കാറ്റ് കൂടി ആകുമ്പോഴേ അതെന്ന് പറയുമ്പോൾ ഫുള്ള് മൺചിട്ടയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാട്ട ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഇനി ഉടങ്ങിയിട്ടുണ്ട്. ഇനി എന്താവും അറിയില്ല. അവിടെ ഇങ്ങനെ നിർത്താതെ മഴ പെയ്യുക. അവിടെ ഒരു വലിയ മല ആണ്, ഒരു മരത്തിൻ്റെ പതിനോളം പേര് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മറ്റേത് ഫുള്ളായിട്ട് ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. ഒരു വലിയ ഉരുളക്കലൊക്കെയാണ്.
ഗൈസ് ഞാനിത് എവിടെ കൂടി നുഴഞ്ഞു കയറുന്നതല്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചധികം കാടുള്ളതുകൊണ്ട് നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഓടി പോകാനൊന്നും പറ്റില്ല. രണ്ട് സൈഡ് അത്യാവശ്യം നല്ല കാടും അതേപോലെ നമ്മൾ പോകുന്നത് ഒരു മണ്ണ് വഴിയാട്ടോ. അപ്പോൾ മണ്ണ് നല്ല മഴ ഇങ്ങനെ പെയ്തിട്ട് മണ്ണൊക്കെ അത്യാവശ്യം നല്ല ലൂസായിട്ട് ഒരു കാല് വെച്ചാൽ പിന്നെ മറ്റേ കാല് വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് തന്നെയാണ്. അതുകൊണ്ടാട്ടോ പതുക്കെ വന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ മേളിൽ നല്ല ശക്തിക്ക് ഉറവ വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കുത്തി ഒളിച്ച് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം എന്താണ് ഇപ്പോൾ തടസ്സം എന്ന് വെച്ചാൽ എന്തോ കരട് കയറിയിരിക്കാൻ തോന്നുന്നു. കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഒന്നും ജോയിൻറ്റ് പൊട്ടി പോയിട്ടില്ല. അപ്പോൾ നല്ല കരട് കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഓസിൽ കൂടെ വേറൊരു ജോയിൻറ്റിൽ നിന്ന് വെള്ളം ഒന്ന് നമുക്ക് കുത്തി വിടണം. അപ്പോൾ എന്തായാലും കരട് എവിടെയെങ്കിലും കയറിയിട്ട് നമുക്ക് ജോയിൻറ്റിലൊക്കെ നമുക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കരടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തിൽ കൂടെ നമുക്ക് പോക്കോളൂ. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇലയൊക്കെ പൊഴിഞ്ഞെടുക്കും. നല്ല രസമായിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി നല്ല തണുത്ത കാറ്റും മൊത്തത്തിലൊരു പ്രത്യേക വഴി തന്നെയാണ്. ആ ഒരു നീരവിയിൽ വരുന്ന ഒരു തെളിഞ്ഞ വെള്ളമൊക്കെ കാണാൻ വേണ്ടി പ്രത്യേക രസം തന്നെയാണ്. എന്നാലും നമുക്ക് അധികം സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെരുമഴയാവും. എന്നാലും മഴ വരുന്നതിന് മുന്നേ നമുക്ക് വന്ന പണിയൊന്നും ചെയ്യാം. എന്താണ് അടങ്ങിയിരിക്കുന്നത് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ആ ഒരു ഓസിൻ്റെ അക്കി വെച്ചിട്ടുള്ളത്. കുറേ കരിയിലകളൊക്കെ ഉണ്ട്. നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് ഒരുപാട് മരങ്ങളും ചുറ്റുമുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി ഇല പോയിട്ടുണ്ട്. ഒരുപാട് ചപ്പ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചപ്പൊക്കെ നമ്മളിപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ഉണ്ടാവും കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു അരിപ്പ നമുക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മളിതാ PVC-യുടെ പൈപ്പാണ്. അപ്പോൾ PVC പൈപ്പ് നമ്മൾ ഇതേപോലെ ഉരുക്കിയിട്ട് ഇതാ കുറച്ച് ഹോളുകൾ ഇട്ടിരിക്കുക. അപ്പോൾ അരിപ്പയുടെ ഒരു സെറ്റപ്പിലാക്കി എടുത്തിരിക്കുക. അപ്പോൾ എന്തായാലും ഒരു പരിധി വരെയുള്ള കരടൊക്കെ നമുക്ക് ഇതുവഴി തടയാൻ വേണ്ടി പറ്റും. എന്തായാലും വെച്ച് കൊടുക്കാം കേട്ടോ. അരിപ്പ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പ ഒന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കല്ല് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം. അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജോയിൻറ്റുകളൊക്കെ അഴിച്ചിട്ടിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഓസിൽ കൂടെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എത്തിയോന്നും നോക്കട്ടെ. സ്ട്രോങ് ആയിട്ട് കുത്തിയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല ഫോഴ്സിലാണല്ലോ ഇപ്പോൾ വരുന്നത്. നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ ഒരു ജോയിൻറ്റ് തള്ളിപ്പോയിട്ടുള്ളത്. നമ്മൾ ജോയിൻ്റ് ഒക്കെ കുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് താഴേക്ക് പോകാം. അവിടെയും കുറച്ച് ജോയിൻറ്റുകളൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. വന്ന കാര്യമൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. കാരണം വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ട് തിരിച്ചതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓസിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കരിയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ കുടുങ്ങി കിടന്ന കരിയിലൊക്കെ നമ്മൾ എടുത്ത് വിട്ടിട്ടുണ്ട്. അതേ നമ്മൾ വെള്ളം എടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഉറവുണ്ടല്ലോ. അതായത് നമ്മൾ കുറച്ച് കുളം പോലെയാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കുളത്തിൻ്റെ അടിയിലൊക്കെ കുറച്ച് നമ്മുടെ കരിയിലകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പഴയ കരിയിലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നല്ല ശക്തിക്കൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ എന്തെങ്കിലും കുടുങ്ങാനോ അതേപോലെ തന്നെ ചിലപ്പോൾ ജോയിൻ്റൊക്കെ തള്ളിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് മേളിൽ ഇതിങ്ങനെ ഉറവ് വരുന്നത്. അപ്പോൾ നല്ല തെളിഞ്ഞിട്ടുണ്ടാവും കേട്ടോ വെള്ളം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇണ്ടിട്ട് ഇറങ്ങി വരാൻ വേണ്ടി ഞാനിപ്പോൾ വന്ന് റോട്ടിലെത്തി നമ്മൾ വീടെത്തുമ്പോഴത്തേനും അത്യാവശ്യം വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇപ്പോൾ നല്ല മഴയാണല്ലോ എല്ലാവരും. അപ്പോൾ ഇതേപോലെ നല്ല മഴ പെയ്ത ഒരു ടൈമിലാണ് നമ്മുടെ ഇവിടെ ചക്കയും മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് വിളം നമുക്ക് പറിക്കാൻ ആ ഒരു കറക്റ്റ് ലെവലിലെത്തും. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു മാവുള്ളത്. അപ്പോൾ മൂവാണ്ടനല്ല അതേതാണെന്ന് കറക്റ്റ് അറിയാൻ നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു മാങ്ങയ്ക്ക്. അപ്പോൾ എന്തായാലും നന്നായിട്ട് മൂത്ത് ഒരുപാട് മാങ്ങയിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ
പഴിപ്പിക്കാനൊക്കെ കുറച്ച് പറിച്ചിട്ട് എടുക്കാം. നമ്മള് വെള്ളമൊക്കെ നോക്കി തിരിച്ചിതാ വീട്ടിലെത്തിയിരുന്ന നമുക്ക് പൈപ്പ് ഒന്ന് തുറന്നു നോക്കാം. അവിടെ നിന്ന് അത്യാവശ്യം നല്ല കലങ്ങിയിട്ടുള്ള ഒരു വെള്ളമൊക്കെ ആയിരിക്കില്ല കണ്ടിട്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം തെളിഞ്ഞു തുടങ്ങിയിരുന്നു. കുറച്ച് എടുത്തതിന് നന്നായിട്ട് തെളി കിട്ടും. അപ്പോൾ നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. എന്നാലും വെള്ളം വന്നപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട്. കാരണം നമുക്ക് വെള്ളം ഇല്ലാന്ന് തന്നെ നമുക്ക് അടുക്കളയിലായാലും വീട്ടിലാണെങ്കിലും പണികളൊന്നും അങ്ങനെ നീങ്ങാത്ത പോലെ തോന്നില്ല. അപ്പോൾ എന്തായാലും വെള്ളം ഇപ്പോൾ നല്ല ഫോഴ്സിൽ വരുന്നത്. എന്തായാലും അടുത്ത മഴ വരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം വന്നതൊക്കെ നന്നായിട്ട് കലങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് പിടിച്ച് വെക്കണം. അതേപോലെ തന്നെ ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് തീർക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും മാക്സിമം സേഫ് ആയിട്ടിരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല ശക്തി തന്നെ ആയിരിക്കും. ഇപ്പോൾ പുഴയിലോ അതേപോലെ തന്നെ കുളങ്ങളിലൊക്കെ പോണവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നല്ല ഒഴുക്കും അതേപോലെ തന്നെ നല്ല തെന്നലൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.